നമസ്കാരം. രാജ്യത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചർച്ചയാവുമ്പോൾ കേരളത്തിൽ CPM-ന് വേണ്ടി ഗോദയിലിറങ്ങുന്നത് വമ്പന്മാരും കൊമ്പന്മാരുമാണെന്ന കാര്യത്തിലുള്ള വ്യക്തത പുറത്തു വരുന്നു. CPM-ന് വേണ്ടി കേരളത്തിൽ നിന്ന് മത്സരിക്കാൻ ഒരുപിടി ദേശീയ നേതാക്കൾ തന്നെ തയ്യാറായി എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. പ്രകാശ് കാരാട്ടും, ബിജു കൃഷ്ണൻ, വൃന്ദ കാരാട്ട് തുടങ്ങിയ ദേശീയ നേതാക്കൾ കേരളത്തിൽ നിന്ന് ജനവിധി തേടിയേക്കും. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ CPM ദേശീയ നേതാക്കൾ കേരളത്തിൽ നിന്നും മത്സരിച്ചേക്കും. കേന്ദ്രത്തിൽ BJP ഇതര കക്ഷികൾ നയിക്കുന്ന കൂട്ടുമുന്നണി സർക്കാർ നിലവിൽ വന്നാൽ വിലപേശൽ ശക്തിയായി നിൽക്കാനുള്ള നേതൃത്വം പാർലമെന്റിൽ ഉണ്ടാകണമെന്ന അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ നേതാക്കളെ കേരളത്തിൽ നിന്ന് മത്സരിപ്പിക്കാൻ CPM നീക്കം നടത്തുന്നത്. പാർട്ടി മുൻ ജനറൽ സെക്രട്ടറിയായ പ്രകാശ് കാരാട്ടിൻ്റെ പേരാണ് പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത്. മത്സരിക്കാൻ കാരാട്ട് താൽപ്പര്യമറിയിച്ചാൽ കണ്ണൂർ അദ്ദേഹത്തിന് നൽകിയേക്കും. പോളിറ്റ് ബ്യൂറോ അംഗമായ വൃന്ദ കാരാട്ട്, കേന്ദ്ര കമ്മിറ്റി അംഗമായ ബിജു കൃഷ്ണൻ എന്നിവരുടെ പേരും സജീവമായി പരിഗണനയിലുണ്ട്. പാർട്ടിയുടെയും ബഹുജന സംഘടനകളുടെയും നേതൃത്വത്തിൽ നടന്ന കർഷക പ്രക്ഷോഭങ്ങളുടെ വിജയം, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന തൊഴിലാളി സമരങ്ങളിലുണ്ടായ പങ്കാളിത്തം, ഇതെല്ലാം ദേശീയ തലത്തിൽ ഇടത് രാഷ്ട്രീയത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ പാർലമെന്റിൽ MP-മാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് ശക്തമായ നേതൃത്വവും. കാരാട്ടിനെ കേരളത്തിൽ നിന്ന് മത്സരിപ്പിക്കുന്നതിൽ പാർട്ടിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാനിടയില്ല. ഏത് മണ്ഡലം കൊടുക്കും എന്നതിൽ മാത്രമാണ് സംശയം നിലനിൽക്കുക. പാർട്ടി മുൻ ജനറൽ സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവും കൂടിയായതിനാൽ വിജയം ഉറപ്പുള്ള സീറ്റ് തന്നെയാവും അദ്ദേഹത്തിന് പാർട്ടി മാറ്റിവെക്കുക എന്നതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ദേശീയ നേതാവായ ബിജു കൃഷ്ണൻ ഇത്തവണ കാസർഗോഡിൽ നിന്നും ജനവിധി തേടിയേക്കുമെന്നുള്ള അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട്. കാസർഗോഡ് ഇടതിൻ്റെ കോട്ടയാണ്. എന്നാൽ കഴിഞ്ഞ 3 തവണ P. കരുണാകരൻ MP-യാണ് കാസർഗോഡിൽ നിന്നും ജയിച്ചു കയറുന്നത്. പക്ഷേ ഇത്തവണ വീണ്ടും P. കരുണാകരനെ തന്നെ മത്സരിപ്പിക്കുന്നതിൽ പാർട്ടി നേതൃത്വത്തിനും അണികൾക്കുള്ളിൽ തന്നെ അതൃപ്തി നിലനിൽക്കുന്നതിനാൽ മറ്റൊരു ജനകീയനായ സ്ഥാനാർത്ഥിയെ അന്വേഷിച്ച് നടക്കുകയാണ് CPM. അവിടെയാണ് ബിജു കൃഷ്ണൻ എന്ന ദേശീയ നേതാവിൻ്റെ നാമം ഉയർന്നു കേൾക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, CPM കേരളത്തിൽ നിന്നും ജനവിധി തേടാൻ വേണ്ടി ദേശീയ നേതാക്കളടക്കം കേരളത്തിലേക്ക് എത്തുമ്പോൾ കേരളത്തിലും തീപാറുന്ന പോരാട്ടമായിരിക്കും ഇത്തവണത്തെ ലോക്സഭാ ഇലക്ഷൻ. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്.